ഇപ്പോൾ പാലായിലെ MLA മാണി സി കാപ്പൻ സംസാരിക്കുന്നു. അതിന്റെ തത്സമയം ഫുൾ മന്ത്രിസ്ഥാനം അവർ കൂടുതൽ ആളുണ്ടായിട്ടും രണ്ടാമത് മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും കിട്ടിയ അവസരം കോൺഗ്രസ് മുതലാക്കി അവർ 11 എന്നുള്ളത് 12 മുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പം ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകേണ്ടി വന്നു. അനൂപും ഞാനും കൂടി ആലോചിച്ചു. ആദ്യത്തെ ടൈം അനൂപ് ആയിക്കോട്ടെ, രണ്ടാമത്തെ ടൈമിൽ എനിക്കെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് ധാരണയായി. അത്രയേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ക്യാബിനറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ബ്രീഫ് ചെയ്യുമ്പോൾ പറയുമായിരിക്കും. ഞാൻ ഇന്നലെ അത് പറഞ്ഞു, അനൂപ് ഇങ്ങനെ ഡിനേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ക്ലാരിഫൈ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് മാന്യമായ രീതിയിൽ ചെയ്യും. ഒരുപക്ഷെ ഇന്നത്തെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഞാനിതൊന്നും അങ്ങോട്ട് ചോദിച്ചതല്ല. ആദ്യം പറഞ്ഞതും പാലായി വന്ന് പ്രഖ്യാപനം നടത്തിയതാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും അവർ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇവിടെ വന്നപ്പം വകുപ്പ് വരെ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഉണ്ടായി തീർച്ചയായും. എനിക്കിപ്പോൾ പരാതിയില്ല, പ്രശ്നങ്ങൾ തീർന്നു. നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നോ? എനിക്കറിയില്ല. അല്ല, എനിക്കറിയത്തില്ല. മാണി സി കാപ്പൻ സംസാരിക്കുകയായിരുന്നു, പാലയിലെ MLA. അപ്പം മിക്കവാറും മാധ്യമപ്രവർത്തകർ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ. അപ്പോൾ ഈ അധികാരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ തന്നെ കാര്യങ്ങൾ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന ജോലിയാണ് മാധ്യമപ്രവർത്തകർക്ക്. അത് റിപ്പോർട്ട് ചെയ്ത് മാളവരറിയുമ്പം ഇവർക്കെല്ലാം മനപ്രയാസമാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, മാധ്യമങ്ങളെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.